ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പൊങ്കലാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് പൊങ്കൽ നടത്തുക കേട്ടോ. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് എല്ലാ അമ്പലങ്ങളിലും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടാവും. അവിടെയൊക്കെ പൊങ്കൽ നടത്തുന്ന സമയമാണത് കേട്ടോ. ഇനി മെയ് അവസാനം വരെ ഉണ്ടാവും പ്രതിഷ്ഠ. ഇവിടുത്തെ പ്രതിഷ്ഠ ഉച്ചുമകാളി അമ്മയാണ്. പിന്നെ അമ്മൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2-3 ദൈവങ്ങളുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല. ഇത് മഹാവിഷ്ണുവാണ് കേട്ടോ, അതുമാത്രം എനിക്കറിയാം. പിന്നെ എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് പൊങ്കൽ ദിവസം ഇവിടെ ആട് വെട്ടാറുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ചയാണ് മാവിളക്ക് എടുക്കുന്നത്. പച്ചമാവ് ഉണ്ടാക്കിയിട്ട് മാവിളക്ക് എടുക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു ചെറിയ ആഘോഷമുണ്ട്. പാലക്കാടിൻ്റെ അപ്പുറത്തുള്ള തൃശ്ശൂർ വഴിക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ പൊങ്കലെന്ന് പറയുന്നത്. പിന്നെ ആറ്റുകാൽ പൊങ്കൽ അതുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ ഈ ഒരു മാസത്തിൽ തുടങ്ങി ഇനി മെയ് അവസാനം വരെ ഉണ്ടാകും പൊങ്കൽ വെച്ചിട്ടുള്ള പൂജ. ഞാനും രുദ്രവും മന്തും മേട്ടനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പൊങ്കൽ വെച്ചില്ല, കാരണം രുദ്രുവിനെ നോക്കണ്ട. രുദ്രു വെറുതെ വെയിലത്ത് ഓടും. അപ്പോൾ അവനെ നോക്കേണ്ടതായതുകൊണ്ട് അടുത്ത വർഷം വെക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് പേര് അവർ പൊങ്കലൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി സ്വാമി പൂജ കഴിക്കാൻ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പൊങ്കലൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോ കഴിഞ്ഞു എല്ലാവരും. അപ്പോൾ സ്വാമി വരുന്നത് കണ്ടപ്പോൾ പൊങ്കൽ ചട്ടി മൂടി വെച്ച തട്ടമൊക്കെ ഇറക്കിയതാണ് കേട്ടോ താഴേക്ക്. സ്വാമി വന്നു, പൂജ കഴിച്ച് തുടങ്ങി. ഓരോ പൊങ്കൽ ചട്ടിയിലും തീർത്ഥം തെളിച്ചു, പൂവിട്ടു. അപ്പോൾ ഈ വർഷത്തെ പൊങ്കൽ കഴിയാറായി. പൊങ്കൽ കണ്ട് അടുപ്പിൽ തന്നെ വെച്ചതുകൊണ്ട് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വാമി പൂവ് ഇട്ടു, തീർത്ഥം തെളിച്ചു, പൂജ കഴിച്ചു. അപ്പോൾ പൊങ്കൽ പൂജ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പായസം പങ്കിടുന്നതായിരുന്നു കേട്ടോ. പങ്കിടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പോയി പായസം വാങ്ങിച്ചു. അരിപ്പായസമാണ്, പാൽപ്പായസം. അത് കുറച്ച് കിട്ടി. അപ്പോൾ ഞങ്ങൾ കയ്യിൽ മേടിച്ചു. പ്രസാദമല്ലേ, ഒരു സ്പൂണാണെങ്കിലും പ്രസാദം കിട്ടിയത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ രുദ്രു അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഭാഗത്ത് വെള്ളപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരിപ്പായസം തന്നെയാണ്, പക്ഷെ അത് കുറച്ച് കൂടുതൽ കിട്ടി. അപ്പോൾ ഞങ്ങളത് ഗ്ലാസ്സിൽ മേടിച്ചു. എന്നിട്ട് അതും കഴിച്ചു. ഇതുണ്ട് വെള്ളപ്പായസം. അപ്പോൾ അതും ഞങ്ങൾ കഴിച്ചു, ഞാനും രുദ്രുവും. അത് കഴിഞ്ഞു. അവിടെ കുറേ ചേച്ചിമാരൊക്കെ വട്ടം കൂടി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവരവിടെയൊക്കെ കുറേ സംസാരിച്ചു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പൊങ്കൽ വെച്ചവരൊക്കെ പൊങ്കൽ ചട്ടി എടുത്തിട്ട് പൂജ കഴിഞ്ഞപ്പോൾ അവരെല്ലാം എടുത്തിട്ട് പോയി. അപ്പോൾ അതുകൊണ്ടോ ഒരു വരമ്പ് അത്രേ ദൂരമുള്ളൂ, ഒരു 2 കണ്ടം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ എല്ലാവരും പൊങ്കൽ ചട്ടിയൊക്കെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകണം കേട്ടോ. ചൂടല്ലേ, അപ്പോൾ എല്ലാവരും തുണിയും പേപ്പറൊക്കെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവാണേ. അപ്പോൾ ഇന്നത്തെ പൊങ്കൽ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പൊങ്കൽ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.